മിനിസ്റ്ററിൽ സ്റ്റേറ്റ് സെന്റർ എന്ന് പറയുന്ന രാഷ്ട്രീയത്തിനപ്പുറത്ത് ഇതിന്റെ പുറകിലൊരു പൊളിറ്റിക്സ് കൂടെ എന്ന് പറയാമോ? കാരണം CPM ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ പൊളിറ്റിക്സ് ഞാൻ കാണുന്നത് ഒന്ന് സമ്പത്ത് തന്നെയാണ്. 2.5 ലക്ഷം കോടി രൂപ നിക്ഷേപമുള്ള കോപ്പറേറ്റീവ് സെക്ടർ ഒരു വേതാള കഴുകനെ പോലെ മേലെ വട്ടയിട്ട് പറക്കുകയാണ്. അതെങ്ങനെ ഇവിടുന്ന് മാറ്റിവിടാം? 2, കേരളത്തിൽ 400-ൽ പരം ഉൽപ്പന്നങ്ങൾ കോപ്പറേറ്റീവ് സെക്ടറിലെ ഉൽപ്പന്നങ്ങളുണ്ട്. ഈ ഉൽപ്പന്നങ്ങൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അത് നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നതിലേക്ക് വരെ എത്തിയിട്ടുണ്ട് നമ്മുടെ കോപ്പറേറ്റീവ് സെക്ടർ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സംസ്ഥാനത്ത് സ്വന്തമായിരിക്കുന്നു എന്ന രൂപത്തിലേക്ക് വരുമ്പോൾ നമ്മളിതിൽ മുന്നിൽ പോകുന്നു. ഞാനൊരു ഉദാഹരണം തന്നെ ചൂണ്ടിക്കാണിക്കാം. ഈ അടുത്ത കാലത്ത് ജോർദാനിൽ വെച്ച് ഏഷ്യ പസഫിക് കോപ്പറേറ്റീവ് അലയൻസ് വിളിച്ച് ചേർത്ത ഉച്ചകോടി ഉണ്ടായിരുന്നു. ഏഷ്യ പസഫിക് കോപ്പറേറ്റീവ് സെക്ടർ ഉച്ചകോടി. അതിൽ ഇന്ത്യയിൽ നിന്ന് ക്ഷണിച്ചിരുന്നത് അമിത്ഷായെ രണ്ടാമത് എന്നെയാണ്. അമിത്ഷാ ഇന്ത്യയെ റെപ്രസെൻ്റ് രാജ്യം എന്ന രൂപത്തിൽ അദ്ദേഹത്തെ സഹകരണ മന്ത്രി ക്ഷണിച്ചു. കേരളത്തെ പ്രത്യേകമായി ക്ഷണിച്ചു, മന്ത്രിയെ ക്ഷണിച്ചു. ഞാനും നമ്മുടെ സെക്രട്ടറി ആയിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം അതിൽ അമിത്ഷാ വന്നിരുന്നില്ല, ഇലക്ഷനായതുകൊണ്ട്. അപ്പോൾ ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്ത് സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടി. ഞാനിവിടെ തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് പോയത് നമ്മുടെ നേട്ടങ്ങളെല്ലാം. അപ്പോൾ കോപ്പറേറ്റീവ് അലയൻസിൻ്റെ ഭാരവാഹികൾ തന്നെ പറഞ്ഞത് ഇന്ത്യയിൽ മറ്റൊരു സ്റ്റേറ്റിലും ഇത്രത്തോളം കോപ്പറേറ്റീവ് സെക്ടർ മുന്നോട്ട് വന്നൊരു സ്ഥലമില്ല. അതുകൊണ്ടാണ് നിങ്ങളെ സ്പെഷ്യൽ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ക്ഷണിച്ചത്. അത് ഒരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്നത്. ഇന്ത്യയിൽ മറ്റൊരു സ്റ്റേറ്റിനും ക്ഷണിച്ചില്ല. ഇത് ഇപ്പോൾ ഉണ്ടായത് മാത്രമല്ല, കേരളത്തിലെ ആകെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെയും നേട്ടങ്ങളുടെയും, അത് LDF UDF ഉണ്ട്, എല്ലാവരും ചേർന്ന് നയിച്ച സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തെയാണ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസും കണ്ടത്. അതുകൊണ്ടാണ് ഞാനവിടെ കൊണ്ടുപോയി ഡോക്യുമെൻ്റ് നമ്മുടെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയാണ്. നമ്മൾ ഈ സമ്പത്തിൻ്റെ മാത്രം എടുത്തിട്ട് സഹകരണ പ്രസ്ഥാനത്തെ കാണരുത്. നമ്മുടെ കോപ്പറേറ്റീവ് സെക്ടറിൽ കേപ്പ് 9 എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, 5 പോളിടെക്നിക് ഉണ്ട്, ഒരു നഴ്സിംഗ് കോളേജുണ്ട്, പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്. ഒരു വളർച്ചയാണ്. മറ്റൊന്ന്, നമുക്ക് സഹകരണ ആശുപത്രികൾ 209 എണ്ണം കേരളത്തിലുണ്ട്. ഇപ്പോൾ 2 എണ്ണം ഗവൺമെൻറ് ഏറ്റെടുത്തു, പരിയാരവും കൊച്ചിയും. പരിയാരവും കൊച്ചിയും രണ്ടും സഹകരണ മേഖല തുടങ്ങിയതാണ്. അതിന് സമാനമാണ് കൊല്ലം NS ഹോസ്പിറ്റൽ. എവിടെയാണ് 40-ൽ പരം ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. നമ്മൾ മെഡിക്കൽ കോളേജ് ചെയ്യുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റുകളും, ഞാൻ ഈ കഴിഞ്ഞ ദിവസം അവിടെ ലാസ്റ്റിൽ ഉദ്ഘാടനം ചെയ്യാൻ പോയ സെൻറ്റർ ഞാൻ കണ്ടു. കാത്തിലാവുണ്ട്, അവർക്ക് ബൈപ്പാസ് സർജറി, വാൽവ് റീപ്ലേസ്, ഓപ്പൺ ഹാർട്ട് സർജറി, പീഡിയാട്രിക് ഹാർട്ട് സർജറി, ഇതെല്ലാം നടത്തുന്ന ഏറ്റവും ആധുനിക സംവിധാനങ്ങൾ മുഴുവനുണ്ട്. അവർ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് വരെ എത്തിയിരിക്കുന്നു സഹകരണ മേഖല. ഇതിൽ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്, കോപ്പറേറ്റീവ് സെക്ടറിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടുന്നൊരു ആശ്വാസമുണ്ട്. ആ ആശ്വാസം പലരും മീഡിയ ഒക്കെ കാണാതെ പോകുന്നൊരു കാര്യമാണ് എൻ്റെ അഭിപ്രായത്തിൽ. സപ്പോസ് ഒരു 100 ആൻജിയോഗ്രാം ഒരു സ്വകാര്യ ആശുപത്രി ചെയ്താൽ ഫർദർ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്നത് ഒരു 20-22 ഉണ്ട്. കോപ്പറേറ്റീവ് സെക്ടറിലോ ഗവൺമെൻറ് സെക്ടറിലോ 100 ആൻജിയോഗ്രാം ചെയ്താൽ 88-90 എണ്ണം ഫർദർ ട്രീറ്റ്മെൻറ്റ്, ഒന്നുകിൽ വാൽവ് റീപ്ലേസ്, അല്ലെങ്കിൽ ബൈപ്പാസ് സർജറി, അല്ലെങ്കിൽ ഓപ്പൺ ഹാർട്ട് സർജറി, അല്ലെങ്കിൽ മിനിമം പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എങ്കിലും ചെയ്യേണ്ടി വരും. ഇങ്ങനത്തെ കേസാണ് കാണുന്നത്. ഇതിലെ വ്യത്യാസം എന്താണെന്നറിയോ? അതാണ് അതിലെ ബിസിനസ് കാണുന്നത്. ആ ബിസിനസ് എന്ന് പറയുന്നത്, ഒരാൾക്ക് ചെസ്റ്റ് പെയിൻ വന്നു, ശരി, കയറി കിടന്നു, കാത്തിലാവ് വാങ്ങി ചോദിച്ചാൽ അതിൻ്റെ റിട്ടേൺ ഉണ്ടാകണമെങ്കിൽ 15,000 രൂപയാണ്. മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ സഹകരണ ആശുപത്രിയിലൊക്കെ ഞാൻ ചോദിക്കുന്നു. ഞാൻ അടുത്ത ദിവസം ഇവിടെ ഇന്ദിരാഗാന്ധി ആശുപത്രി പോയി ചോദിച്ചു, തൃശ്ശൂർ ചോദിച്ചു. അവരെല്ലാം ഒരു 6,000 കൂടുതൽ വാങ്ങിക്കുന്നില്ല, മറ്റേത് 15,000 രൂപയാണ്. അപ്പോൾ അവരുടെ മെഷീൻ മുതലാകണമെങ്കിൽ ഇതാണെന്ന് പറയുമ്പോൾ തന്നെ ആൻജിയോഗ്രാം നടക്കണം. അപ്പോൾ അവിടെ സാധാരണ മറ്റ് നെക്സ്റ്റായി വരുന്ന അവരുടെ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തേക്കാൾ ഇത് ചെയ്യുന്നതിൻ്റെ വരുമാനം കൊണ്ട് ഇവരുടെ ആ മെഷീൻ മുതലാകുന്ന രൂപത്തിലേക്ക് വരണമുണ്ട്. ഇവിടെയാണ് ഞാൻ പറയുന്ന ആളുകൾക്ക് കിട്ടുന്ന അംഗീകാരം. മറ്റൊരു ഉദാഹരണം, കൺസ്യൂമർ ഫെഡ് മാർക്കറ്റ് ഇൻ്റർവെൻഷനുണ്ട്. ഇപ്പോൾ നമുക്ക് കോവിഡ് വന്നു, എല്ലാ സ്ഥലത്തും പൾസ് ഓക്സിമീറ്റർ വാങ്ങണമായിരുന്നു, വാർഡുതല ജാഗ്രതാ സമിതി. ആ വാർഡുതല ജാഗ്രതാ സമിതി ഓപ്പൺ മാർക്കറ്റിൽ പോയി വാങ്ങിയപ്പോൾ ഒരു പൾസ് ഓക്സിമീറ്ററിന് 3,000 രൂപ വാങ്ങി. ഞാനത് ബൾക്കായി പർച്ചേസ് ചെയ്യാറുണ്ട് കൺസ്യൂമർ ഫെഡ്. അവർ ബൾക്കായി പർച്ചേസ് ചെയ്തപ്പോൾ ഒരെണ്ണത്തിന് 950 രൂപയ്ക്ക് വിൽക്കാൻ പറ്റി. അപ്പോൾ കൺസ്യൂമർ ഫെഡിൻ്റെ കീഴിൽ കൂടി 950 രൂപയ്ക്ക് വിറ്റ പൾസ് ഓക്സിമീറ്റർ മറ്റൊരു 3,000 രൂപയ്ക്ക് ഒരു പാവപ്പെട്ടവന് വരുന്ന, അല്ലെങ്കിൽ പുരയ്ക്ക് തീ പിടിക്കും വാഴ വെട്ടും നമ്മൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ വരുന്ന എത്രയാണ്? 2,050 രൂപ വ്യത്യാസം. ഇപ്പോൾ ഇൻ്റർ സ്റ്റേറ്റ് സൊസൈറ്റികൾ രൂപീകരിച്ചും നിധി ഉണ്ടാക്കിക്കൊണ്ടും വരുന്നതെല്ലാം BJP വലിയ രൂപത്തിൽ കേരളത്തെ ഈ മേഖലയുടെ പുരോഗതിയെ തകർക്കാനും മറ്റു രൂപത്തിലുള്ള ദുഷ്ടലാഭവും ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖല കൃത്യമായി
നമുക്ക് സംസ്ഥാനത്തിൻ്റെ അധികാരപരിധിയിൽ നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയും അത് കൂടുതൽ സുരക്ഷിതവും സുതാര്യമായി മുന്നോട്ട് പോകണം. ആ കാഴ്ചപ്പാട് തന്നെയാണ് നിയമം ഉണ്ടാക്കിയതും ഇതിലിടപെട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഈ കരുവന്നൂർ പോലുള്ള കാര്യങ്ങൾ അല്ല, അത് അതിന് മുമ്പ് വന്നു. കരുവന്നൂർ വന്നതിന് ശേഷം നിയമമെല്ലാം ഉണ്ടാക്കി 20 തന്നെ ഫേസ് ചെയ്തു. അത് CPM-ന്റെ ക്രെഡിബിലിറ്റി ഭയങ്കരമായിട്ട് ബാധിക്കും. അല്ല, തെറ്റ് എവിടെ വന്നിരുന്നാലും ആ തെറ്റിനെ ഒരിക്കലും മൂടി വയ്ക്കാറില്ല CPM. ആ തെറ്റിനെതിരെ ഞാൻ ചോദിച്ചു, ഈ കേരളത്തിലുണ്ടായിട്ടുള്ള മറ്റ് UDF-ൻ്റെയും BJP-യുടെയും സംഘങ്ങളിൽ ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്തെങ്കിലും നടപടിയെടുത്ത് നിങ്ങൾ കണ്ടോ? തിരുവനന്തപുരത്തെ ഇന്ദിരാഗാന്ധി റെസിഡൻസ് അസോസിയേഷൻ്റെ ഇപ്പോൾ ഒരു വലിയ കൊട്ട നടന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ട്രാവൻകൂറിൻ്റെ BJP-യുടെ തട്ടിപ്പ് നടന്നിരിക്കുക. പുൽപ്പള്ളിയിലെ KPCC സെക്രട്ടറി ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല, ഒത്തുവരവുണ്ട്. അപ്പോൾ അല്ല, ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള സ്ഥലത്ത് കാസർഗോഡെണ്ണമുണ്ട് BJP-യുടെ. ഇങ്ങനെ അവരുടെ ഇവരെല്ലാം സംരക്ഷിച്ച് പോകുമ്പോൾ CPM ഈ കാര്യത്തിൽ എവിടെയെങ്കിലും തെറ്റൊരിടത്തും പറ്റിയിട്ടില്ല, നിയമം ഉണ്ടായാൽ ആ തെറ്റിനെ മൂടി വയ്ക്കുന്ന പ്രശ്നമില്ലെന്ന് മാത്രമല്ല, ആ കാര്യത്തിൽ ഇടപെട്ട് വ്യക്തവും ശക്തവുമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ശൈലിയാണ്. അതാണ് അവർ നമ്മൾ വേർതിരിക്കുന്ന ഘടകം.